ആ വെള്ളം എടുക്ക. എന്താ ഇത്? എന്തായി കാണിക്കണത്? വാ എണീക്ക്. ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ ആവാൻ മാത്രം നിനക്കുള്ള പ്രശ്നങ്ങൾ എന്താ? നിന്റെ സ്ഥലം എവിടെ? എന്റെ സ്ഥലം കുറച്ച് ദൂരെ. പിന്നെ എങ്ങനെ നീ ഇവിടെ എത്തിപ്പെട്ടു? നിനക്ക് ആരും ഇല്ലേ? എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുഞ്ഞുനാളിൽ ഉപ്പ നഷ്ടപ്പെട്ട എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് എൻ്റെ ഉമ്മ മാത്രം. കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ചും കഴിയുന്ന കാലം. സുക്കൂറേ, മോനെ സുക്കൂറേ, ഈ ചെക്കൻ്റെ ഒരു കാര്യം. മോനെ സുക്കൂറേ, സുക്കൂറേ, എന്തോ മദ്രസയിൽ പോകാൻ നേരം വൈകില്ലേ? ഞങ്ങൾ നേരത്തെ പോയിട്ട് കാര്യമില്ല, ഉസ്താദ് നേരം വീട്ട് വരുള്ളൂ. അത് ഇജ്ജ് നോക്കണ്ട. സുക്കൂറേ, ചായ താ. മോനെ മദ്രസ വിട്ട് വരുമ്പോൾ അരക്കിലും പിണ്ണാക്കും വാങ്ങിച്ചിട്ട് പോരട്ടാ. തിന്നൂട്. ഒന്നും കഴിച്ചില്ല. ഞാൻ പോവാ. ആ
അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. റസിയ, റസിയ, ചെറുപ്പം തൊട്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തുടങ്ങിയ എനിക്ക് ആകെയുള്ളൊരാശ്വാസം അയൽവാസിയും കളിക്കൂട്ടുകാരിയുമായ റസിയായിരുന്നു. മദ്രസ പോയ സുക്കൂറൊക്കെ എപ്പോഴേ പോയി? അല്ല സുക്കൂറേ, പിണ്ണാക്ക എവിടെ? ഞാൻ മറന്നുമ്മ. സ്കൂളിൽ പോയി വരുമ്പോ കൊണ്ടുവരാം. ഇന്നും മത്തി തന്നെയാണോ? മറ്റല്ല ഇല്ലേ? എന്നാ ഒരു അരക്കിലോ കൊണ്ട് എടുത്തോളൂ. അല്ല കാതർക്ക, എവിടക്കാണ് നിങ്ങള്? ഞാൻ പോളിനെ ഒന്ന് കാണണം. എല്ലാ കാതറേ, പോളിന്റെ വലയിൽ ഇജും പെട്ടാ സൂക്ഷിക്കണട്ടാ. ആ അസ്സലാമു അലൈക്കും. ആ അല്ല ഉസ്താദ് പോയത് വൈകിട്ടാണ്, വന്നത് നേരത്തെയാണല്ലോ. കഴിക്കതിന് പറഞ്ഞു. ഒന്നും വേണ്ട. എങ്ങനെയാണോ നേരത്തെ വരാതിരിക്കുക? ഇന്നത്തെ മദ്രസ പറഞ്ഞേക്കല് രക്ഷിതാക്കൾക്ക് ചടങ്ങ് മാത്രമാണ്. അവർക്ക് നിർബന്ധം ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞേക്കലാണ്. 8 മണിക്ക് സ്കൂൾ വണ്ടി വരുമ്പോഴേക്കും കുട്ടികളെ കുളിപ്പിച്ച് യൂണിഫോം ഇട്ട് പൗഡർ ഇട്ട് വൃത്തിയാക്കി നിർത്തും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു ചായ. അതിനൊപ്പം ഉമ്മമാർക്കും കുട്ടികൾക്കൊപ്പം ഭംഗിയായി വന്ന് നിൽക്കണം. മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നതോ കിടക്കപ്പായെന്ന് എണീറ്റ പാട്. കുട്ടികളുടെ മൂക്കടക്കം പിഴിയാൻ ഉസ്താദ് വേണം. അതൊക്കെ കഴിയുമ്പോഴേക്കും മദ്രസ വിടാറാവും. പരിശുദ്ധ ഖുർആനായിട്ടാ പറഞ്ഞേക്കണെന്ന് രക്ഷിതാക്കളൊന്ന് ഓർക്കണം. അല്ലാ, വല്ലാത്തൊരു ലോകം. അല്ല, എന്താ എൻ്റെ പെണ്ണിട്ടിലൊക്കെ? പെണ്ണ് നോക്കുന്നുണ്ട്. പെണ്ണ് കെട്ടിയാ നോക്കാൻ എനക്കെന്താ പണി? ഞാനിപ്പോ എറണാകുളത്ത് അർബാന ഓപ്പറേറ്റർ അല്ലേ? എന്ന് വെച്ചാ അതൊരു വലിയ പണിയാ. അതെ. കാതറേ, ഒന്നിങ്ങ് വാ. എന്താ കാതറേ, നമ്മൾ കാണേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ നാളെ വീട്ടിലേക്ക് കണ്ടു വരാം. ഒരർത്ഥത്തിൽ എൻ്റെ കഷ്ടപ്പാടുകൾക്കും പ്രശ്നങ്ങൾക്കുമൊപ്പം ഞാൻ അവളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു.
എന്തെങ്കിലും ഈ കാണുന്നത് കാതറേ അന്നോടുള്ള ബന്ധം കൊണ്ട കാശ് എനിക്ക് ഞാൻ കടായിട്ട് തന്നത് എന്താ ആളുടെ സ്വീപ്പാക്കുക ഇയാളോടൊന്ന് പറഞ്ഞിട്ട് കാര്യം ചപ്പാ ചെയ്യേണ്ട പണി വേറെ. റസിയ, മോളെ റസിയ, പാക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു മോളെ. പടച്ചോനെ. എന്താ ഉപ്പ, എന്തു പറ്റി? ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറപ്പാ. പലിശക്കാരനാണെങ്കിലും പോളിനിച്ചിരി മനസാക്ഷിയുണ്ട്. പക്ഷെ അയാളുടെ മക്കള് തീരെ കണ്ണി ചോരില്ലാത്തവരാ, ക്രൂരന്മാരാ. എന്താ ഉപ്പ, ഉപ്പ നന്നായി വേർക്കുന്നുണ്ടല്ലോ. നമുക്ക് ആശുപത്രി പോവാം. വേണ്ട മോളെ, ഉപ്പാക്കൊരു കുഴപ്പമില്ല. എന്തിനാ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാം. ഞാൻ ഷുക്കൂർഖാനെ വിളിക്കാം. എന്താ മോളെ? ഷുക്കൂർക്ക് എന്തേ? സുക്കൂർ പണിസ്ഥലത്താണല്ലോ. എന്തേ? ഉപ്പാക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. എന്താ റസിയ? ഉപ്പാക്ക് തീരെ വയ്യ. ഷുക്കൂർഖാൻ ഒന്ന് വിളിക്കോ? നീ ഉപ്പാടത്തേക്ക് ചെല്ല്, ഞാൻ വിളിച്ചിട്ട് വരാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആയിരിക്കും സാറേ. ഇന്നലെ എന്തേ വെയ്യാണ്ടായിന്നൊക്കെ പറഞ്ഞേ? ഒന്നുമില്ല, ചെറിയൊരു അസ്വസ്ഥത. ആശുപത്രിയിൽ പോയി നോക്കുമ്പോ ഇച്ചിരി പ്രഷർ കൂടുതലാണ്. അപ്പൊ തന്നെ തിരിച്ചു പോരും ചെയ്ത്. അല്ല റസി എന്തേ? ഓളകത്തുണ്ട്. ഓളുടെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ കിട്ടിയ? റിസൾട്ടൊക്കെ കിട്ടി, പാസ്സാവും ചെയ്ത്. മോൾക്ക് പഠിക്കണം എന്ന് തന്നെ ആഗ്രഹം. അല്ലെങ്കിലും പണ്ടേ ഓള് പഠിക്കാൻ പഠിക്കുക. എന്ത് ബുദ്ധിമുട്ടിയാലും നിങ്ങളോളെ പഠിപ്പിക്കണം. ഓള് പഠിച്ച് നല്ല ജോലി കിട്ടിയ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ തീരൂലേ? സംഗതിയൊക്കെ ശരിയാ. പക്ഷേ ഇതുവരെ ഓളെ പഠിപ്പിച്ചത് തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാ. ഞാൻ കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടത് ഷുക്കൂറാണ്. ഇനിയും അവനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങളെന്തിനാ വിഷമിക്കണേ? ഓള് പഠിച്ച് വലിയ ആളായ സുക്കൂറുള്ളതല്ലേ? മോളെ റസിയ. എന്തെപ്പാ? ആ, ഉസ്താദ് എപ്പോഴാ വന്നേ? കുറച്ചേരായി. അന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. പാസ്സായില്ല മോളെ, നന്നായി. എന്തായാലും പഠിച്ച് വലിയ ആളാവും നോക്ക്. മോളെ കൊണ്ട് വേണം ഉപ്പാക്കൊരു സമാധാനം കിട്ടാൻ. എന്നാ ശരി കാതിർക്ക, ഞാൻ ഇറങ്ങാം. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലാ, പടച്ചോൻ കാക്കട്ടെ. അമ്മ ഞാനിത് വരട്ടാ. പോകുമ്പോ ഖാദർഖാൻ്റെ ഒന്ന് കേറിക്കോ. ഇന്നലെ സുഖമില്ലാതെ ആസ്പത്രിയിൽ പോയതല്ലേ. ആയിക്കോട്ടമ്മ. പാ പാ ആ, എന്താ സുക്കൂറെ, ഹർത്താലായിട്ട് ഇന്ന് എനിക്ക് പണിയുണ്ടാ? ഇന്ന് പണിക്ക് പോണില്ലപ്പാ.
എന്തായാലും ഇന്ന് ഹർത്താലായതുകൊണ്ട് ഷുക്കൂർക്കനെ പകൽ വിളിച്ചിട്ടേ കാണാനായി. ഇജോനെ കളിയൊക്കൊന്നും വേണ്ട. ഓൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ അത് ഓനക്ക് വേണ്ടി മാത്രമല്ല അനക്കും കൂടി വേണ്ടിയിട്ടാ. ഞാനൊരു തമാശ പറഞ്ഞതാ. റസിയ, റിസൾട്ട് വന്ന കാര്യം ഇന്നലെ ഉമ്മ പറഞ്ഞു. ഇനി എന്തിനു പഠിക്കാനാ നിന്റെ ആഗ്രഹം? ഓളുടെ ആഗ്രഹം പഠിക്കണം തന്നെ. പക്ഷെ മോനെ ഇനി എന്തെടുത്താ പഠിപ്പിക്കുക? ഇതുവരെ ഓളെ പഠിപ്പിക്കാൻ തന്നെ ഇജ എത്ര ബുദ്ധിമുട്ടിക്കണ്. ഇനിയും ഓളെ പഠിപ്പിക്കണമെങ്കിൽ ഒരുപാട് ചെലവ് വരും. അതുകൊണ്ട് ഇവളുടെ പഠിപ്പ് ഇവിടെ വെച്ച് നടത്തും. ചെലവിൻ്റെ കാര്യം ഓർത്ത് ഇപ്പം വിഷമിക്കണ്ട. റസിയയുടെ പഠിപ്പിന് എത്ര ചെലവ് വന്നാലും ഞാൻ ഉണ്ടായിക്കോളാം. റസിയ, ഉപ്പ പറയുന്നത് കേട്ട് നീ വിഷമിക്കണ്ട. നീ പഠിക്കാൻ തയ്യാറായിക്കോ. അല്ല, അനക്ക് എന്തിനു പഠിക്കാൻ ആഗ്രഹം? നഴ്സിംഗിന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. ആ ഷുക്കൂർ വന്നല്ലോ. എന്താ ഷുക്കൂറെ നിന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ? ഇന്നലെ റസിയയുടെ റിസൾട്ട് വന്നു. അവൾക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പഠിപ്പിച്ചോളാന്ന് ഞാൻ വാക്കും കൊടുത്തു. അതാ ആലോചിച്ചതാ. അവൾക്ക് എന്തിനു പഠിക്കാൻ ആഗ്രഹം? നഴ്സിങ്ങിന്. എടാ നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ആ കോഴ്സ് പഠിക്കാൻ എത്ര രൂപ ചെലവുണ്ടെന്നാ നിന്റെ വിചാരം? എത്ര ചെലവ് വന്നാലും കുഴപ്പമില്ല. എനിക്ക് അവളെ പഠിപ്പിച്ചേ പറ്റൂ. അതിനുള്ള പൈസ ഉണ്ടാക്കണം. എങ്ങനെ? നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് പൈസ തിരിമറിയാൻ പറ്റുമോ? ആരാ ഇന്നത്തെ കാലത്തൊരു സഹായം ചെയ്യാ? പിന്നെ ആകെ കിട്ടുന്നത് ആ പോളിന്റെ മക്കളിൽ നിന്നാ. അവരാണെങ്കിൽ തക്കതായ രേഖ കൊടുക്കാതെ ഒരു നയാ പൈസ തരില്ല. അതിനാണെങ്കിൽ കൊള്ള പലിശ കൂടിയാ. മോനെ സുക്കൂറേ, ചോറ് വിളമ്പട്ടെ? വേണ്ട ഉമ്മ, തീരെ വിഷമില്ല. ഉമ്മ ചോർന്ന് കിടന്നോളേ. രാജോ. ആ എന്താ ഷുക്കൂർ എത്ര നേരത്തെ? ഒന്നുമില്ലടാ, ഇന്നലെ കിടന്നിട്ട് ഉറക്കം കിട്ടിയില്ല. എടാ നീ അത് വിട്. നമ്മളെ കൊണ്ടൊക്കെ നടക്കാത്ത കാര്യമാണ് അത്. അത് നടന്നേ പറ്റൂ. ഞാനൊരു കാര്യം പറഞ്ഞാ നീ എതിര് പറയരുത്. എന്താടാ?
എല്ലാരും ഉണ്ടല്ലോ. ആ മമ്മാരിയാ ഇരിക്ക്. പോക്കരിക്ക ഇത് ലാസ്റ്റ് ആയിക്കോട്ടെ. ആ ആയിക്കോട്ടെ. മമ്മാന്റെ ഏത് പാപ്പാന്റെ പെണ്ണാണുള്ളത്? ഇന്ന് കുറച്ചാക്കല്ലേ. അപ്പോ ഇന്നലെ പോയ കാര്യം എന്തായി മമ്മാര്? അതിന്റെ ഗ്ലാമറിനൊത്ത ആയില്ല. അന്റെ മുടി മാത്രല്ല, മുഖം കൂടെ ശരിക്ക് കണ്ണാടി നോക്കിക്കോ. എന്നാ ഞാൻ പോട്ടെ. എന്തായാലും നമ്മളൊക്കെ മരിച്ചെന്നാ പടച്ചോൻ ഒരു മുടി 7 ചെയ്തിട്ട് അതുകൊണ്ട് പാലം കെട്ടി നമ്മളെ അതിനെ കൂടി നടത്തിക്കൂന്ന് പറയണേ ശരിയാന്ന് ഇപ്പൊ ഉറപ്പായി. അതിപ്പോ എങ്ങനെ? ഇവിടെ പോക്കരിക്ക ഒരു വായ്പൊണ്ട് 50 കഷ്ണാക്കിയിട്ടാ പൊരിക്കണേ. പിന്നെ പച്ചവർക്ക് അതിനെന്താ പണി? പോയിക്കവിടുന്ന് അല്ലോ. അന്റെ മുടി മാത്രല്ല, മുഖം കൂടെ ശരിക്ക് കണ്ണാടി നോക്കിക്കോ. എന്താ ശുക്ർ ഇത്ര വൈകി? നമ്മുടെ രാജുവിനെ കാണാൻ പോയി. ശരി. എന്തത്ര നേരത്തെ ഓനെ വിളിച്ചോളർത്താൻ പോയതാ? ഞാൻ ആ പൈസന്റെ കാര്യം സംസാരിക്കാൻ പോയതാ. എന്നിട്ട് എന്തായി? ഒരു വിധം ശരിയായിട്ടുണ്ട്. കയ്യിൽ കിട്ടിയാലേ സമാധാനമുള്ളൂ. രാജ്യല്ലേ പോയില്ലേ, പോയിട്ട് ശരിയാക്കിട്ട് വരും. വാടാ, ചായ കുടിക്കാൻ സമയായി. എന്നാ ചായ കുടിക്കാൻ പോവാ. എന്തായി രാജു? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. എപ്പോഴാച്ചാ പോയി പൈസ മേടിക്കാം. എന്തായാലും കാര്യം ഭംഗിയായില്ലേ, ഇനി സമാധാനമായി ചായ കുടിക്കാമല്ലോ. എന്നാ അങ്ങനെ ആവട്ടെ.
ശരി. ഓ മാസം തികയുമ്പോ അങ്ങോട്ട് വരാനുള്ള ഗതികേട് ഉണ്ടാക്കരുത്. ഇല്ല. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. എവിടെയാണ് സുക്കൂറെ? 2-3 ദിവസമായിട്ട് ഇങ്ങോട്ട് ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ. 2 ദിവസം കൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. എന്ത് കാര്യം? റസിയയുടെ അഡ്മിഷൻ്റെ കാര്യം. എങ്ങനെ മോനെ? അതൊക്കെ ശരിയാക്കിപ്പാ. നിങ്ങൾ റസിയാനിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കോളി. ആ ഷുക്കൂർക്കാന്റെ കാര്യം ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഓന് സമയം കൊണ്ട് പോയിട്ട് അനക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതേക്കാ. എന്നാ നാളെ തന്നെ പോകാനുള്ള ഒരുക്കങ്ങൾ നോക്കിക്കോളി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. എന്താ റസിയ, നീ ഇതൊന്നും ഒരുക്കി വെച്ചില്ലേ? ഷുക്കൂർക്ക് വന്നിട്ടാവാന്ന് കരുതി. ആ ബാഗിനെടുത്താ. പരിചയമില്ലാത്ത സ്ഥലമാണ്, നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. അതോർത്ത് ഷുക്കൂർക്ക് വിഷമിക്കണ്ട. എൻ്റെ വിഷമം അതല്ല. പോയാൽ പിന്നെ ഷുക്കൂർക്കനായിട്ട് സംസാരിക്കാൻ എന്താ ചെയ്യുക? നേരത്തെ കിടന്നോ? നാളെ നേരത്തെ പോകേണ്ടതല്ലേ? എന്താ കാതർക്ക ഒരാലോചന? ഒന്നുമല്ല, മോള് പോണ ആലോചിച്ചതാണ്. സുക്കൂർ എവിടെ? ഓ വണ്ടി വിളിക്കാൻ പോയിക്കുന്നു. അല്ല, എന്താ കയ്യില്? ഇതെന്റെ മോൾക്കുള്ളതാ. ഓൾക്ക് അവിടെ ചെന്ന് നിന്നാ. മോളെ റസിയ, ഇജ് എവിടെ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. റസിയ റെഡിയല്ലേ? അവിടെ റസിയ, വണ്ടി വന്നിട്ടുണ്ട്, പോകാം. ഇതും ഷുക്കൂർക്കനെ വാങ്ങിയില്ലേ? ഇനി നിന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കാലോ. ഷുക്കൂർക്ക, സത്യം പറ, ഷുക്കൂർക്ക് എവിടുന്ന് ഇത്രയും പൈസ ഉണ്ടാക്കിയേ? അതൊക്കെ കിട്ടി. നീ ഇപ്പം അതൊന്നും ചിന്തിക്കണ്ട. നീ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ വിഷമത്തല്ല, ഓർമ്മ വെച്ച് ഇത്രയും നാളായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ പിരിയണത്. അതോർക്കുമ്പോൾ എന്താ ഷുക്കൂർക്ക് ഇത്? 2-3 വർഷത്തേക്കല്ലേ ഈ പോക്ക്? അത് കഴിഞ്ഞ് വന്ന പിന്നെ നമ്മൾ ഒന്നിച്ചല്ലേ? ഇപ്പോഴത്തെ ഈ ദുഃഖം അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാക്കും. എന്നാ വാ, ഇറങ്ങാം.
ഞങ്ങൾ പോയിട്ട് വരാം. ആ